അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെ ഉയർത്തിയ എൻ്റെ അമ്മ മാതാവിന് യേശുപ്പച്ചനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രജിത. ഞാൻ മൈനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ അമ്മ, ഇത് എൻ്റെ മകള്. ഞാൻ 2023 സെപ്റ്റംബർ 7 തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 6 നിയോഗങ്ങൾ സമർപ്പിച്ചതിൽ ഒരു നിയോഗമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്വന്തമായി ഒരു ഭവനം ഇല്ല എന്നുള്ളത്. 7 വർഷത്തിന് മുകളിലായി ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനം ഇല്ലായിരുന്നു. കേരള സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിൽ ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. 3 പെൺപിള്ളേരെയും കെട്ടിച്ച് വിട്ടപ്പോഴാണ് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും വീടും വസ്തുവും ഞങ്ങൾ വിൽക്കേണ്ടി വന്നത്. ഞങ്ങളങ്ങനെ കേരള സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് APL കാർഡ് അത് വെള്ളയാണ്. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായി വസ്തുവില്ല. അങ്ങനെ പല കാരണത്താലും ഞങ്ങൾക്ക് കേരള സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയാണ് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി. ഞാൻ വല്ലപ്പോഴൊക്കെ പോയി അന്വേഷിക്കുമായിരുന്നു, ഇങ്ങനെ ലിസ്റ്റിലുണ്ടോ എന്ന് പോയി അന്വേഷിക്കുമായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഞങ്ങൾ ലിസ്റ്റിലില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 2023 ഓഗസ്റ്റിൽ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ പോയി, ഞാനും എൻ്റെ അമ്മയും കൂടെ പോയി ഇങ്ങനെ ലിസ്റ്റിലുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് പോയപ്പം അവിടെ ഇരുന്ന് ആ മാഡം ഞങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വന്ന് അന്വേഷിക്കുന്നതെന്നുള്ള രീതിയിൽ വളരെ മോശമായി ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമായി. ഞാൻ ഒരു അക്ഷരം ഒന്നും മിണ്ടിയില്ല. തിരിച്ചൊന്നും മറുപടി പറയാതെ ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ 7-8 വർഷം കൊണ്ട് ഇതിൻ്റെ പുറകെ നടക്കുകയാണ്, ഇനി എനിക്കിതിൻ്റെ പുറകിലൊന്നും വരാൻ വയ്യ, നമുക്കിനി ഇതിൻ്റെ കാര്യങ്ങൾക്കായിട്ടൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ആലപ്പുഴ കൃപാസനം എന്നുള്ളൊരു പള്ളിയുണ്ട്, ഞാൻ ആ ചേച്ചി പോയി ഉടമ്പടി എടുത്തതാണ്. എന്നിട്ട് എനിക്ക് ആ ചേച്ചി എൻ്റെ മൊബൈലിലോട്ട് എപ്പോഴും സാക്ഷ്യങ്ങൾ അയച്ചു തന്നുകൊണ്ടേയിരുന്നു. സാക്ഷ്യങ്ങൾ ആദ്യമേ ഒന്നും ഞാൻ കാണുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്കും ആഗ്രഹമായി ഇവിടെ വരണമെന്ന്. അങ്ങനെയാണ് ഞാൻ സെപ്റ്റംബർ 7 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനായിട്ട് തന്നെ എൻ്റെ അമ്മയെ എടുത്ത് പറഞ്ഞു, വാ അമ്മേ നമുക്കൊന്ന് മുനിസിപ്പാലിറ്റി പോകാം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ എൻ്റെ അമ്മയും വിളിച്ച് ഉപ്പും തൈലവും എടുത്ത് വീട്ടിൽ തിരി കത്തിച്ച് നല്ലതുപോലെ മനസ്സറിഞ്ഞ് തന്നെ എൻ്റെ അമ്മ മാതാവിനെ യേശുപ്പച്ചനെയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മുന്നേ എൻ്റെ അമ്മ മാതാവ് അവിടെ പോകണം. കഴിഞ്ഞ മാസം എനിക്കുണ്ടായ അനുഭവം അറിയാമല്ലോ, എനിക്ക് ഇനിയും വയ്യ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് തന്നെയാണ് ഞാൻ അവിടെ ചെന്നത്. അവിടെ ചെന്ന് ആരും ചവിട്ടാത്തടുത്ത് തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ആ മേട ഇരിക്കുന്നിടത്ത് ഞാൻ ആ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്താ വന്നതെന്ന് ചോദിച്ചപ്പം ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം ആ മാഡം ഫയൽ എടുത്ത് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് 3-ാമത്തെ നമ്പരാണെന്ന് പറഞ്ഞു. അന്നാണ് 8 വർഷം കൊണ്ട് ഞങ്ങൾ നടക്കാതിരുന്ന കാര്യമാണ് ഉടമ്പടി എടുത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ അറിയുന്നത്. അതിന് അമ്മ മാതാവിന് യേശുപ്പച്ചന് 1000 നന്ദി പറയുന്നു. അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പോയി അമ്മയുടെ ആധാറിൻ്റെയൊക്കെ കോപ്പിയൊക്കെ എടുത്തുകൊണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ താഴോട്ട് പറഞ്ഞു വിട്ടു. ഞാൻ അമ്മയെ അവിടെ തന്നെ നിർത്തിയിട്ടാണ് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ എൻ്റെ അമ്മയെ ആ മാഡത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഒരു കസേരയിട്ട് വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ അമ്മയോട് ആ മാഡം ഇരുന്ന് സംസാരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആ മാഡം ചെയ്തു തരികയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അടുത്ത മാസം തന്നെ നിങ്ങളുടെ കാശ് അനുസരിച്ച് പണി തുടങ്ങിക്കോളാനും പറഞ്ഞു. അത് ഈ വീട് എന്ന സ്വപ്നം എൻ്റെ അമ്മ മാതാവ് യേശുപ്പച്ചനും ഞങ്ങൾക്ക് തന്നതാണെന്ന് തന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ പണി തുടങ്ങിയപ്പോൾ വീടിൻ്റെ വാർപ്പായപ്പോൾ വീടിൻ്റെ വാർപ്പ് അടുക്കാറായപ്പോൾ ഞാനൊരു സാക്ഷി ഇവിടെ കണ്ടു. ഒരു ചേച്ചിയുടെ വീട് പണി സമയത്ത് എന്തെങ്കിലും ഒരു അടയാളം അമ്മ മാതാവ് തരണേ എന്നുള്ളൊരു സാക്ഷി ആ ചേച്ചി പറയുന്നത് കേട്ടപ്പം ഞാനും അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ എനിക്കും ഒരു അടയാളം തരണം, ഞങ്ങളുടെ വീടിൻ്റെയും വാർപ്പാണ്, എനിക്കും എന്തെങ്കിലും ഒരു അടയാളം തരണേ അമ്മ മാതാവേ എന്ന് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ വാർപ്പിൻ്റെ അന്ന് ഞങ്ങളുടെ വീട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെന്നപ്പോൾ വീടിൻ്റെ വാതിക്കൽ ഒരു വെള്ള വാൻ കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ വീടിൻ്റെ വാർപ്പ് നടക്കുന്നിടത്തോട്ട് തന്നെ പോയി. വീടിൻ്റെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കെ തന്നെ ഞാനും എൻ്റെ ചേച്ചിമാരും അച്ഛനും അമ്മയും എല്ലാം കൂടെ ഞങ്ങൾ വഴിയിലോട്ട് വന്ന് നിന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രദ്ധയ്ക്ക് പിന്നെ ഞാൻ ആ വാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത് വാനിൻ്റെ പുറകിലായിട്ട് ഒരു അമ്മ മാതാവിൻ്റെ രൂപം വരച്ച് വെച്ചേക്കുന്നു. അപ്പം ഇത് അമ്മ മാതാവാണല്ലോ എന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ആ വാനിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ ഞാൻ കണ്ടത് ഇവിടുത്തെ കൃപാസനം അമ്മയുടെ രൂപം
കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന ഇവിടുത്തെ പത്രം, ഇവിടുത്തെ സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന ജപമാല, ആ വണ്ടിക്കകത്ത് കിടക്കുന്ന കീ ചെയിൻ ഇവിടുത്തെ അമ്മയുടേത്, അങ്ങനെ ആ വണ്ടി മൊത്തം കൃപാസന അമ്മയുടെ ആയിരുന്നു ഞാൻ മൊത്തം കണ്ടത്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാനൊരു അടയാളം ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് ഇത്രയും അടയാളങ്ങൾ തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞാൻ ആ വണ്ടിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വണ്ടി എടുക്കാൻ ആ ചേട്ടൻ വന്നു. ആ ചേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ ഈ വാർപ്പിൻ്റെ വന്ന ചേട്ടനായിരുന്നു. ഞാൻ ആ ചേട്ടനെ നോക്കിയപ്പോൾ ആ ചേട്ടൻ്റെ കഴുത്തേൽ ഇവിടുത്തെ ജപമാല കിടക്കുന്നു, പിന്നെ ഉടമ്പടി കാശ് രൂപവും കിടക്കുന്നു. അപ്പം ഞാൻ ചോദിച്ച ചേട്ടൻ കൃപാസനത്തിൽ പോകുന്നതാണോ എന്ന് വെച്ചപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞ് ഞാൻ കൃപാസനത്തിൽ പോകുന്നതുമാണ്, ഞാൻ ഉടമ്പടി എടുത്തതാണ്, എനിക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതെല്ലാം എനിക്ക് ഒരു പരിധി വരെ മാറ്റം കിട്ടിയത് എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്ത് പോയതിന് ശേഷമാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. എന്നിട്ട് ആ ചേട്ടൻ എന്നോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അന്ന് ആ വാർപ്പിന് വന്ന് അതിൽ പകുതിയിലേറെ പേരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരും ആണെന്ന് തന്നെയാണ് ആ ചേട്ടൻ എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വീട് വാർപ്പ് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് പൈസ സംബന്ധമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളായി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ അടുക്കളയിൽ വെള്ളം കുടിക്കാനായിട്ട് ചെന്നപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പ്രാർത്ഥനകളൊന്നും വിട്ടില്ല, നല്ലതുപോലെ തന്നെ മനസ്സറിഞ്ഞ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ അടുക്കളയിൽ വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ ആ ഭിത്തിയിലായിട്ട് മെയ് 4 ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തോന്നലാകാം എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയിരുന്നു. അപ്പോൾ പിന്നെ ഈ മെയ് 4 തന്നെ എന്നെ അങ്ങ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മ എടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മേ മെയ് 4 എന്ന് കാണിക്കുന്നുണ്ട്, അത് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ്, എന്തോ ഒന്ന് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ്, എന്തോ ഒന്ന് നടക്കും അമ്മയെന്ന് ഞാൻ പറഞ്ഞ്. അങ്ങനെ മെയ് 4 ആയപ്പോൾ ഒരു 10-11 മണിയായപ്പം എൻ്റെ മൂത്ത ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, KSFയുടെ ചിട്ടി അടിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ അച്ഛന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടടി, നമുക്ക് വീട് പടി തുടങ്ങാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴും എനിക്ക് സന്തോഷമായി. എൻ്റെ ചേച്ചി ഈ വിളിച്ചു പറഞ്ഞതിന് ഒരു 1-2 മണിക്കൂറിന് ശേഷം ഈ ലൈഫ് പദ്ധതിയുടെ കുറച്ച് പൈസ ഞങ്ങളുടെ അമ്മയുടെ അക്കൗണ്ടിൽ വന്നു എന്നും പറഞ്ഞ് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരികയും ചെയ്തു. അങ്ങനെ എനിക്കൊരു നല്ലൊരു അനുഭവം എൻ്റെ അമ്മ മാതാവ് നൽകിയിട്ടുണ്ട്. അതിലേറെ ഇതിപ്പോൾ ജൂണാണ്, കഴിഞ്ഞ മാസം മെയ് 31 ഞാൻ എല്ലാ മാസവും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആശുപത്രിയിൽ പൊതിച്ചോറ് കെട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ പൊതിച്ചോറ് കെട്ടി അമ്മ മാതാവിൻ്റെ യേശുപ്പച്ചൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നു, അടുത്ത ഘട്ടം പൈസ അക്കൗണ്ടിൽ വന്നു എന്നുള്ളതും. അടുത്ത് പറയാനുള്ളത്, ഞാൻ ഒന്നെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഈ പൊതിച്ചോറ് കെട്ടി കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ അനാഥാലയ സന്ദർശനം, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ് കൂടുതലും ഞങ്ങളുടെ ഈ അക്കൗണ്ടിൽ ഈ ലൈഫ് പദ്ധതിയുടെ പൈസ വീഴുന്നത്. അങ്ങനെ ഒരു അനുഗ്രഹവും എൻ്റെ അമ്മ മാതാവ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ജൂൺ 15 ഞങ്ങളുടെ വീടിൻ്റെ പാല് കാച്ച്. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനകൾ കാണണം. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അമ്മയുടെ 2 കണ്ണും ഓപ്പറേഷൻ ചെയ്തതായിരുന്നു. അന്നേരം തിരുവല്ലയിലാണ് കണ്ണ് ഓപ്പറേഷൻ ചെയ്തത്. ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ചെക്കപ്പിന് വേണ്ടി നമ്മൾ അടൂരാണ് പോകുന്നത്. അടൂർ ചെന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അമ്മയുടെ ആ ആദ്യത്തെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത ആ പേപ്പറുകളും എൻ്റെ അമ്മയുടെ ആധാറും അങ്ങനെ എല്ലാ പ്രൂഫുകളും അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത് കളഞ്ഞുപോയി എന്നുള്ളത് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് എവിടെ പോയെന്ന് ഒരു തിട്ടവുമില്ല, റോഡിൽ പോയോ ബസ്സിൽ പോയോ ഒന്നും എനിക്കൊരു ഉറപ്പുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ സങ്കടമായിപ്പോയി. കാരണം ഈ കണ്ണോപ്പറേഷൻ ഒരെണ്ണേ കഴിഞ്ഞിട്ടുള്ളായിരുന്നു. രണ്ടാമത്തേന് കണ്ണോപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇതെല്ലാം വേണം. ഇതെല്ലാം ഒന്നേന്ന് ഉണ്ടാക്കണമെന്നുള്ള വിഷമത്തിലൊക്കെ ഞാൻ ഇരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, നാളെ നേരം ആവുന്നതിന് മുമ്പേ എൻ്റെ കയ്യിൽ എൻ്റെ ഈ കളഞ്ഞു പോയ പ്രൂഫുകളെല്ലാം കിട്ടുവാണെങ്കിൽ എൻ്റെ അമ്മയുടെ മുന്നിൽ വന്നിരുന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമേന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി, ആ അടൂർ ഹോസ്പിറ്റലിലോട്ടൊന്ന് വിളിച്ച് ചോദിക്കാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അടൂർ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു വെച്ചപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഇല്ല മോളെ, നീ ഇവിടുന്ന് പോയിട്ട് 3-4 മണിക്കൂർ കൂടുതലായല്ലോ, ഇപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ എൻ്റെ കൈ കിട്ടുകയോ ചെയ്തേനെ, അത് ഇവിടെ കാണാൻ ഒരു ചാൻസും ഇല്ലെന്ന് തന്നെ ആ ചേച്ചി പറഞ്ഞു, ഉറപ്പിച്ച് തന്നെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കിട്ടുവാണെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാമെന്നും പറഞ്ഞിരുന്നു. ഞാൻ എന്നിട്ടും എൻ്റെ പ്രാർത്ഥന വിട്ടില്ല, എനിക്കത് കിട്ടും, എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ, സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് എനിക്ക് കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ ഞാൻ നിന്നിരുന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടെ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു നോക്കിയാൽ ഒരുറപ്പുമില്ല, അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഒരുറപ്പുമില്ല.
അങ്ങനെ ഞാൻ അവിടോട്ട് വിളിച്ചു വെച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു, കുഞ്ഞെ ഇവിടെ ഉണ്ടായിരുന്നു, നീ വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതെൻ്റെ കയ്യിൽ കിട്ടിയത്, നീ വിഷമിക്കണ്ട, ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അത് ഈ കളഞ്ഞു പോയതെല്ലാം നിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അത് എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് ഞാൻ പറഞ്ഞതാണ്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ്. ഞാൻ 2023 സെപ്റ്റംബർ 7 ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ ഇവിടെ നമ്മുടെ അച്ഛൻ പറയുമല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല നമ്മളിവിടെ വരുന്നത്, മാതാവ് ആഗ്രഹിക്കുന്ന സമയത്താണ് നമ്മൾ ഇവിടെ വരുന്നതെന്ന് പറയുന്നത്. അതെൻ്റെ കാര്യത്തിൽ സത്യമായിരുന്നു. ഞാൻ ഈ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി പറഞ്ഞ ആ നാൾ മുതൽ, ഏകദേശം ഒരു ജൂൺ മാസം മുതൽ എന്നും ഞാൻ വരാൻ ഒരുങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയും ഞാൻ നാളെ പോകും അങ്ങനെ പറഞ്ഞിരിക്കുന്നതല്ലാതെ ഞാൻ വന്നിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 5 രാത്രിയിൽ ഒരു 8 മണിയോടുകൂടി ഞാൻ ഒരു പേപ്പറിനകത്ത്, അപ്പോൾ എന്നോട് ആ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ 6 നിയോഗങ്ങൾ അവിടെ സമർപ്പിക്കും, 1 അമ്മ മാതാവിന് വിട്ടുകൊടുക്കണം, 5 നമ്മുടേതായ കാര്യങ്ങൾ വെക്കണമെന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് എന്തെഴുതുമെന്നുള്ള വെപ്രാളമൊന്നും വേണ്ടാന്ന് വെച്ച് ഞാൻ വീട്ടിൽ വെച്ച് തന്നെ അത് ആ 6 നിയോഗങ്ങളും എഴുതി. അതിലൊന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി എന്നുള്ളത്. അപ്പം ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ ഞാൻ നാളെ ഇതേപോലെ ആലപ്പുഴ കൃപാസനം എന്ന പള്ളിയിൽ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് എനിക്ക് ഉണ്ണിയേട്ടന് നല്ലൊരു ജോലി വേണം, നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഒരു വീടും വേണം എന്നുള്ളൊരാഗ്രഹമാണ്, അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ശരി നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ 6 ഞാൻ വരാനിരിക്കുകയാണ്. സെപ്റ്റംബർ 6 ഞാൻ ഇവിടെ വന്നില്ല. എല്ലാ പ്രാവശ്യത്തെയും കൂട്ടാൻ അന്ന് ഞാൻ ഇവിടെ വന്നില്ല, 6 വന്നില്ല. 6 രാത്രി 8 മണിയായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചപ്പോൾ ആദ്യമേ എന്നോട് ചോദിച്ചത്, മായ നീ പള്ളിയിൽ പോയോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞ് ഇല്ല ഉണ്ണേട്ടാ ഞാൻ പോയില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പോവാഞ്ഞെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഞാൻ പോയില്ലെന്ന് പറഞ്ഞ്. അത് ഇന്ന് രാവിലെ 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം മുകളിൽ നിന്ന് സാറന്മാർ വന്നിട്ട് പറഞ്ഞ്, അരുണ് ഈ ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലോട്ട് മാറി കയറിക്കോ, അതായത് ചെറിയൊരു പ്രൊമോഷൻ പോലെ എൻ്റെ ചേട്ടന് നൽകി അനുഗ്രഹിച്ചു. അതും എൻ്റെ അമ്മ മാതാവ് നൽകിയതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിലുപരി എൻ്റെ ചേട്ടൻ്റെ യൂണിഫോമിൻ്റെ കളർ ഈ മാതാവിൻ്റെ ഇവിടുത്തെ ഈ നീല കളറും ഇപ്പോൾ അത് ഈ മാതാവിൻ്റെ ഇവിടുത്തെ ഈ ഡ്രസ്സിൻ്റെ ഈ ഗ്രേ കളറുമാണ് എൻ്റെ ചേട്ടന് കിട്ടിയത്. അതിലും എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് യേശുപ്പച്ചൻ നൽകിയിട്ടുണ്ട്. അത് എൻ്റെ ചേച്ചിയുടെ ലൈസൻസിൻ്റെ കാര്യത്തിലായാലും അത് ചേച്ചി ഇല്ലാത്തതുകൊണ്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ 2023 സെപ്റ്റംബറിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മാസം വരെ എല്ലാ മാസവും ഇവിടെ വരികയും അമ്മ മാതാവിനെ യേശുപ്പച്ചനെയും കണ്ട് പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് പത്രം മേടിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഉയർത്തണമെന്നും ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എഴുതി എനിക്കൊരു 2 വീലർ ഉണ്ട്. ഞാൻ എവിടെയാണോ പോകുന്നത്, ഞാൻ എവിടെ പോയാലും ആ വണ്ടിയിലാണ് പോകുന്നത്. ആ പോകുന്നിടങ്ങളിലെല്ലാം ഞാൻ ആ പത്രം കൊടുക്കും. എൻ്റെ കയ്യിൽ പത്രം തീരുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുരിശടിയുണ്ട്. ആ കുരിശടിയിൽ ചെന്നും ആ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഇതേപോലെ എഴുതിയാണ് എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഞങ്ങൾക്ക് അവിടെ കൃപാസനം എന്ന് പറയുന്നൊരു ചെറിയൊരു കൂട്ടായ്മ തന്നെ ഉണ്ട്. ആ കൂട്ടായ്മയിൽ ഞങ്ങളെ കൊണ്ടാവുന്നത് പോലുള്ള ഒരു കുറഞ്ഞ പൈസ പിരിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ ഞങ്ങൾ എല്ലാ മാസവും പോവും. ഞങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ഞങ്ങളവിടെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കൃപാസനം എന്ന് പറയുന്ന ഈ കൂട്ടായ്മ തന്നെ ഞങ്ങൾ നമ്മുടെ അവിടെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ TB ഹോസ്പിറ്റലിൽ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പൊതി കെട്ടി അവിടെ ആ 19 പേർക്ക് ചോറ് എല്ലാ മാസവും ഇതുവരെ ഒരു മാസം പോലും മുടങ്ങിയില്ല, എല്ലാ മാസവും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രാർത്ഥനകളെന്ന് വെച്ചാൽ, ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ വീട്ടിൽ നിലവിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അകത്ത് വന്ന് മാതാവിൻ്റെ മുന്നിലും യേശുപ്പച്ചൻ്റെ മുന്നിലും തിരി കത്തിച്ച് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും. ബൈബിൾ ഒരു തവണ മൊത്തം വായിച്ച് തീർന്നു, ഇപ്പോൾ അടുത്ത വായിക്കുന്നുണ്ട്. എൻ്റെ വാ സാധാരണ പഴുക്കുന്നത് പോലല്ല, നല്ല രീതി നമ്മുടെ വാ പൊട്ടുകയല്ല, അല്ലാതെ എൻ്റെ വാ നല്ല രീതി അങ്ങ് പുണ്ണ് പോലെ അങ്ങ് ആയായിരുന്നു. അപ്പോഴുണ്ട് ഞാനാണെങ്കിൽ എനിക്ക് ഈ മരുന്നിന് അലർജി ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. ഒരുമാതിരിപ്പെട്ട മരുന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ അമ്മ മാതാവിനോട് പറഞ്ഞു, പഴുപ്പ് വരുമായിരുന്നു, വാ മൊത്തം അങ്ങ് പഴുപ്പാവുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ ഇത് മാറ്റി തരണേ എന്നും പറഞ്ഞ് ഞാൻ ഉപ്പിട്ട്
വായി വെള്ളം കൊള്ളുകയും തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അതെനിക്ക് പൂർണ്ണമായും മാറിക്കിട്ടി. അത് ഇപ്പം അത് ഒരു 1.5 വർഷത്തോളമായി കാണും. അത് പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ അമ്മ മാതാവും യേശോപ്പച്ചനും നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 86, 1, 2 തിരുവചനങ്ങൾ. കർത്താവെ, ചെവി ചായ്ച്ച് എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ്. എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ ഭക്തനാണ്. അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ. അങ്ങാണ് എൻ്റെ ദൈവം. രജിത എന്ന ഈ മകൾ തൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ ഉടമ്പടി ജീവിതത്തെയാണ് അമ്മയുടെ തിരുനടയിൽ നന്ദിയായി സമർപ്പിച്ച് ജീവിതാനുഭവങ്ങളെ പങ്കുവയ്ക്കുന്നത്. മകൾ ആദ്യം സൂചിപ്പിച്ചത് ഒരു 6-7 വർഷത്തോളമായി ലൈഫ് പദ്ധതിയിലൂടെ തൻ്റെ മാതാപിതാക്കൾക്ക് ഒരു ഭവനം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി നടത്തിയ അലച്ചിലും പരിശ്രമവുമാണ്. അത് അവസാനം ചെല്ലുമ്പോഴുണ്ടായ അനുഭവം പറഞ്ഞു. അവിടെയുള്ള ഓഫീസർ വളരെയധികം മോളോട് കയർത്ത് സംസാരിക്കുകയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചേക്കാം, ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന രീതിയിൽ വല്ലാതെ പരുഷമായി സംസാരിച്ച് ഇടപെട്ടുകൊണ്ടാണ് മകളെയും അമ്മയെയും പറഞ്ഞയക്കുന്നത്. മകൾ പറയുന്നുണ്ട്, 3 മക്കളെ പെൺമക്കളെ കെട്ടിച്ചയച്ച് കടബാധ്യതയേറി എല്ലാം വിറ്റുപോയി ക്ലേശത്തിലായ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ചെറിയ വീട് ശരിയാക്കി കൊടുക്കുക എന്ന വലിയ ആഗ്രഹത്തോടു കൂടിയാണ് മകൾ ഇങ്ങനെ നിരന്തരം ഓഫീസുകൾ കയറി ഇറങ്ങുകയും ഓരോരുത്തരോടും സഹായം തേടുകയും ചെയ്തത്. അതെല്ലാം പരാജയപ്പെട്ട് ഇനി ആ ഒരു കാര്യത്തിന് പോകുന്നില്ല എന്ന് മകൾ തന്നെ തീരുമാനിക്കുമ്പോഴാണ് ആ നാടുകളിലൊക്കെയും മകൾക്ക് നിരന്തരമായി കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഇട്ട് കൊടുക്കുന്ന, കൃപാസനം പത്രം കൊടുക്കുന്ന ഒരു സഹോദരി ഉടമ്പടി എടുക്കുവാനുള്ള ഒരു നിർദ്ദേശം പറയുന്നത്. ആദ്യമൊക്കെ അത് വലിയ താല്പര്യം തോന്നിയില്ലെങ്കിൽ കൂടിയും എങ്കിൽ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാമെന്ന് മനസ്സ് ഒരുക്കുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, അതേസമയം തന്നെ രണ്ടാമത്തെ ഒരു വിഷയം കൂടി കുടുംബത്തിലുണ്ട്. അത് ജീവിത പങ്കാളിയുടെ ജോലി സംബന്ധിച്ചുള്ളതാണ്. കുറേ നാളായി വിദേശത്ത് ജോലി ചെയ്യുന്നു. വലിയ പ്രമോഷനോ മേൽഗതിയോ ഉണ്ടാവുന്നില്ല. ചെറിയ ശമ്പളമാണ്. അതുകൊണ്ട് ഒരു മേൽഗതി ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടിയും ആ നാളുകളിൽ സഹോദരി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഇടപെട്ട കൃപാസനം പത്രം കൊടുത്ത ആ വ്യക്തിയോട് ഉടമ്പടി എടുക്കാം എന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. എന്നിട്ട് സഹോദരി പറയുന്നുണ്ട്, 5-ാം തീയതി ഞാൻ ഇവിടെ വരുമ്പോൾ അമ്മയ്ക്ക് എഴുതി സമർപ്പിക്കേണ്ട നിയോഗങ്ങൾ ഒരു പേപ്പറിൽ 5 എണ്ണം എഴുതി വെച്ചു. അതിലൊന്ന് അമ്മയ്ക്കൊരു വീട് വേണം, രണ്ടാമത്തത് എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലിയിൽ പ്രമോഷൻ വേണം. 6-ാം തീയതി ഉടമ്പടി എടുക്കുവാൻ ആഗ്രഹിച്ചാണ് കാത്തിരുന്നത്. എന്നാൽ അത് അന്ന് വന്നില്ല, വരാനായിട്ട് സാധിച്ചില്ല. പക്ഷെ അന്ന് സന്ധ്യയ്ക്ക് ജീവിത പങ്കാളി വിളിക്കുമ്പോഴാണ് ചോദിക്കുന്നത്, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തോ എന്ന്. ഇല്ല എന്ന് പറയുമ്പോൾ ചേട്ടൻ പറയുന്ന വിഷയം, ഇന്ന് രാവിലെ എനിക്ക് എൻ്റെ ജോലിയിൽ പ്രമോഷനായി, മറ്റൊരു മേഖലയിലേക്ക് എന്നെ മാറ്റി, ശമ്പളം വർദ്ധിപ്പിച്ചു തന്നു. അതുകൊണ്ട് നീ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും എനിക്ക് സാധിച്ചു കിട്ടിയെന്ന. ശരിക്കും ആ ഒരു അനുഭവത്തിൽ എന്താണോ മനസ്സിൽ കൃപാസന മാതാവിനെ കണ്ടുകൊണ്ട് ആഗ്രഹിച്ച് നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്, അത് നിയോഗം എഴുതി സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ, അമ്മയുടെ അരികിൽ എത്താമെന്ന് മനസ്സിൽ വിചാരിച്ച നിമിഷം തന്നെ കുടുംബത്തിനത് അനുഗ്രഹമായി ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് മകൾ 7-ാം തീയതി ഓടി വന്ന് ഉടമ്പടി എടുക്കുന്നത്. അത് ഉടമ്പടിയിലുള്ളൊരു പ്രത്യേകതയാണ്. നമ്മൾ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, അമ്മ നമ്മുടെ ജീവിതത്തെ കണ്ടു തുടങ്ങുമ്പോൾ അത് വേഗതയിൽ അതിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊരു ജോസഫച്ചൻ പറയുന്നത് പോലെ ഒരു ഇൻസെൻറ്റീവ് കൂടെയാണ്. നമ്മളെ ഒന്ന് അമ്മയുടെ അരികിലേക്ക് ആകർഷിച്ച്, അമ്മയുടെ അരികിൽ നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുവാനിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടെയാണ് നാം അമ്മയെ ഓർക്കുമ്പോൾ തന്നെ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നമ്മളെ സഹായിക്കുന്നത്. മകൾ 7-ാം തീയതി വന്ന് ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി പ്രകാരം ജീവിതം മുന്നോട്ട് പോകുന്നു. മകൾ പറയുന്നുണ്ട്, ഏതാണ്ട് 1 മാസം തികയുന്നതിന് മുമ്പാണ് വീണ്ടും സഹോദരി അമ്മയുമായി ചേർന്ന് ഓഫീസിൽ പോയി ഒരിക്കൽ കൂടി വെറുതെ ഒന്ന് ചോദിച്ചേക്കാം, അത്രയേ ഉള്ളൂ, അവിടെ എന്തെങ്കിലും വന്നെന്നോ
എവിടെയെങ്കിലും എന്തെങ്കിലും ശരിയാകുമെന്നോ ഒരു പ്രതീക്ഷയുമില്ല. അമ്മയുടെ അരികിൽ നിയോഗം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് സഞ്ചാരി മാതാവാണ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് വേഗത്തിൽ സഫലമാക്കുവാൻ അമ്മയ്ക്ക് കഴിവുണ്ടെന്ന് ഓരോ സാക്ഷ്യത്തിനും ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഓഫീസിൽ പോയി വെറുതെ ഒന്ന് ചോദിച്ചേക്കാമെന്ന് കരുതി ചെന്ന് തിരക്കുമ്പോൾ ഓഫീസിലുള്ളവരെ വളരെ സ്നേഹത്തോടുകൂടി കരുണയോടുകൂടി ഈ കുടുംബത്തോട് പെരുമാറുന്നു. വിളിച്ചിരുത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഓരോന്നും പരിശോധിച്ചിട്ട് 3ാമത്തെ നമ്പരായി ഈ ലൈഫിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, വീടിൻ്റെ പണി തുടങ്ങുക എന്നാണ് അറിയിപ്പ് കൊടുക്കുന്നത്. ഇതാണ് സമയച്ചുരുക്കത്തിൻ്റെ അടയാളം എന്ന് നമ്മൾ പറയുക. ഒരു നിയോഗം 6-7 വർഷമായി പുറകെ നടന്ന് പ്രാർത്ഥിച്ചിട്ടും പരിശ്രമിച്ചിട്ടും അലഞ്ഞിട്ടും യാതൊരു തരത്തിലും നമുക്ക് നേടാനാവാത്തത് അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് നാം അത് ആഗ്രഹത്തോടെ സമർപ്പിക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കുമ്പോൾ നിസ്സാരമായി യാതൊരു ക്ലേശവുമില്ലാതെ അനുവദിച്ചു തരുന്നു. മകൾ പിന്നീട് പറയുന്നുണ്ട്, മുന്നോട്ട് പോകുമ്പോൾ മെയ് 4 എന്നൊരു തീയതിയാണ് പിന്നീട് കിട്ടുന്നത്. മെയ് 4 എന്നൊരു തീയതി വല്ലാതെ കിട്ടുന്നുണ്ട്. എന്താ കാര്യമെന്നറിയില്ല. കാര്യമറിയാതെ മുന്നോട്ട് പോകുമ്പോൾ മെയ് 4 എത്തുമ്പോൾ 2 കാര്യം ഒരുപോലെ നടക്കുന്നു. ഒന്ന്, ലൈഫ് പദ്ധതിയുടെ അടുത്ത ഗഡുത്തുക അമ്മയുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. 2, മറ്റൊരു സഹോദരിക്ക് ചിട്ടി അടിച്ചതിൻ്റെ ഒരു വിഹിതം അമ്മയ്ക്ക് കൊടുക്കുവാൻ തീരുമാനമെടുത്ത് ആ പണം അമ്മയെ ഏൽപ്പിക്കുവാൻ വേണ്ടി അന്ന് തീരുമാനിക്കുന്നു. ഇതാണ് നമ്മൾ വഴി കാണാതെ വീടിൻ്റെ നിർമ്മാണം ഏതാണ്ട് നിലച്ച് മുന്നോട്ടെങ്ങനെ പോകുമെന്നറിയാതെ നമ്മൾ പരിഭ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുത്തിരിക്കുന്ന അമ്പയ്ക്ക് അതിന് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മകൾ പറയുന്നുണ്ട്, 15-ാം തീയതി ആ വീടിൻ്റെ പാലുകാച്ച് കർമ്മമാണ്, പ്രവേശന കർമ്മമാണ്. ഒത്തിരി നാളായി കണ്ണീരോടെ യാതൊരു വഴിയും കാണാതെ ഒരു അലഞ്ഞിരുന്നൊരു വിഷയത്തെ എത്ര സുന്ദരമായി അമ്മ മാതാവ് നിസ്സാരമായി അനുഗ്രഹിച്ച് കുടുംബത്തിന് അനുവദിച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സഹോദരൻ്റെ ജോലിക്കയറ്റം മകളെ സൂചിപ്പിച്ചു. മകൾക്കുണ്ടായിരുന്ന ഒരു രോഗാവസ്ഥയെയും മകൾ സൂചിപ്പിച്ചു. വാ മുഴുവനും പുണ്ണ് വന്ന് പഴുത്ത് ചലമൊഴിച്ച് വല്ലാതെ ക്ലേശത്തിലായി മരുന്ന് കഴിക്കുവാനാവാതെ പ്രയാസപ്പെട്ടപ്പോഴും അമ്മ മാതാവ് തന്നെ ആ അമ്മയുടെ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും വിശ്വാസത്തോടെ ഔഷധമായി സൗഖ്യത്തിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായി അത് മാറ്റിക്കൊടുത്തു. 1.5 വർഷമായിട്ട് അത് പിന്നീട് ആവർത്തിച്ചില്ല. അത് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി മകളെ കാത്തുകൊണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഓരോ സാക്ഷ്യവും മകൾ ദൈവസ്നേഹത്തോടു കൂടിയാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. കാരുണ്യപ്രവൃത്തി ചെയ്തത് എങ്ങനെയാണ് അമ്മയുടെ അരികിൽ ഓരോ മാസവും ഓടിയെത്തി അമ്മയെയും ഈശോയെയും കണ്ട് പ്രാർത്ഥിച്ച് ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും ഏൽപ്പിച്ചു കൊടുത്ത് തിരികെ പോകുന്നത് ഒക്കെ മകൾ തൻ്റെ വാക്കുകളിലൂടെ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. ഉടമ്പടി ദരിദ്രർക്ക് ആശ്രയമുള്ള പ്രാർത്ഥനയാണ്. കണ്ണീരുള്ളവർക്ക് കണ്ണീരൊപ്പിക്കിട്ടുന്ന പ്രാർത്ഥനയാണ്. കരുതലോടെ ജീവിക്കുവാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ അവരുടെ ജീവിതത്തിനും കരങ്ങൾക്കും ബലം കൊടുത്ത് എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ കൂടെയുണ്ടെന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് ജീവിക്കുക എന്ന് തന്നെയാണ്. അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ നിയോഗങ്ങളെ അമ്മ ഈശോയിലൂടെ അനുഗ്രഹങ്ങളായി നിരന്തരം തന്നുകൊണ്ടിരിക്കും. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിച്ച് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.